അപ്പോൾ അതാണ്ടേ നല്ല അടിപൊളി ഒരു മീൻപിടുത്തമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. റോഡിന് കുറുകെയുള്ള തൂമ്പ് തേകിപ്പറ്റി മീൻ പിടിക്കാൻ പോവുകയാണ്. ഇതിനകത്ത് നല്ല കാരിയും കല്ലുമുട്ടിയും വരാലും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എല്ലാ പ്രാവശ്യം കൊയ്ത്തൊക്കെ ആകുമ്പോഴാണ് മീൻ പിടിക്കുന്നത്. പക്ഷേ ഈ പ്രാവശ്യം കൊയ്ത്തിന് മുന്നേ ഇത് തേകി. എന്തെന്ന് ചോദിച്ചാൽ ഇവിടെ കഴിഞ്ഞ ദിവസം ആൾക്കാരൊക്കെ വന്ന് മീനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. കരയ്ക്കോട്ട് പോരുന്ന മീൻ പോകത്തില്ല, കിട്ടും. ഒരു വലി വലിക്കണ്ട, വെള്ളം വരും. ചേട്ടേ പയ്യെ വലിക്കുമ്പോൾ വെള്ളം ഇറങ്ങി വരും. വെള്ളം കുറച്ചുകൂടി ഇങ്ങോട്ട് വരും. ഇല്ല, വെള്ളം പയ്യെ ഇനിയിപ്പോൾ വെള്ളം വരാൻ കിടക്കല്ലേ ഇവിടുന്ന്. ഓരോ താളത്തിലേക്കാണ് കയറൊക്കെ വലിക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, വെള്ളം നല്ല സ്പീഡിലാണ്. അതിൻ്റെ നടുക്ക് കിടക്കുന്ന വെള്ളമാണ് ഈ ഒഴുകി വരുന്നത്. ഒന്നോ രണ്ടോ ഫോൺ പിടിക്കുക, കുഴപ്പമില്ല. വെളുത്തതാണ് ഈ കവറാണ്. അപ്പോൾ മൂന്നോകത്തിപ്പ് വെള്ളമാണ് തേകുന്നത് ഈ കയറ് വലിച്ചിട്ട്. ചെളിയൊക്കെ കിടക്കുന്നത്. ഈ ചെളിയുടെ കൂടാണ് മീനുള്ളത്. ആ മീനെല്ലാം ചെളി കടിക്കുന്ന കൂട്ടത്തിൽ പുറത്തിറങ്ങി വരും. അന്നേരം നമുക്ക് പിടിക്കാൻ പറ്റുന്നുള്ളൂ. മീനുണ്ട് ഇന്നത്തെ മീനുണ്ട്, അത്യാവശ്യം മീൻ കിടക്കുന്നുണ്ട്. ഞാൻ നോക്കിയായിരുന്നു ഒരു പ്രാവശ്യം. ഞാൻ അടുത്ത സെക്ഷൻ വെള്ളം വരും. ഇപ്പോൾ അടുത്ത ഇനി നടുക്കാണെന്നുള്ള അടുത്ത് വരും. അടുത്ത വലിക്ക് കറക്റ്റാ ഉണ്ടോ വരുന്നുണ്ട്. ആ വെള്ളം ഇടയ്ക്ക് ചെറുതായിട്ട് കലങ്ങുന്നൊക്കെ കണ്ടത് മീനാണ്. ഓടി കയറാൻ വേണ്ടിയുള്ള ഇതിലാണ് കേട്ടോ. അപ്പോൾ ചെറിയ കാരിയും കല്ലുമുട്ടിയൊക്കെ പുറത്തോട്ടിറങ്ങി വരുന്നുണ്ട്. ഇനി ഈ വെള്ളമോടെ തേക്കി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി നോക്കാം. നോക്കട്ടെ, ചെളിയാവും. ചെളിയായി വല വയ്ക്കണോ? അതാ ഇത്ര വെയിറ്റ്. വലിയ കല്ലൊക്കെ കയറ്റി വിട്ടിട്ടുണ്ട്. അപ്പോൾ വേണ്ടേ, നമ്മൾ ചെളിയൊക്കെ കലങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പം വെള്ളം പറ്റാറായെന്നാണ്. അപ്പോൾ ഇനി അടുത്ത സെക്ഷനിൽ ചെളിയായിരിക്കും വരുന്നത്. നമുക്ക് നോക്കാം. ആ തൂമ്പ് തീ പറ്റിക്കുന്നതിന് മുന്നേ ഇതിനകത്ത് ഇഷ്ടംപോലെ മീൻ്റെ അനക്കം ഉണ്ടായിരുന്നു. വരാലും കാര്യമൊക്കെ നല്ല അനക്കമായിരുന്നു. പക്ഷെ ഇപ്പോൾ പറ്റിയൊന്നും കാണുന്നില്ല. ഏതായാലും നമുക്ക് നോക്കാം. ചെളിക്കകത്ത് കയറി കിടക്കുമായിരിക്കും, ആയിരിക്കും കാണാതെ. അത് കുത്തിയതാ ഇതിനകത്ത് കിടക്കുന്നതല്ലേ. കിടന്ന് രണ്ട് കാര്യം അങ്ങോട്ട് നീട്ടി ഒഴിച്ചു, അങ്ങോട്ട് ഒഴിച്ചു എടുത്തോളൂ. മണ്ടയ്ക്കതാണ്ടേ നമ്മൾ കോരി ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ കൂട്ടത്തിൽ ചെറിയ മീനുകളൊക്കെ ഉണ്ട്, കല്ലുകുട്ടിയും കാര്യമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിനെ പിടിക്കാനാണ് വലയായിട്ട് നടക്കുന്നത്. കാരി കുത്തിക്കഴിഞ്ഞാൽ നല്ല വിഷം കാണും, പറയാൻ പറ്റത്തില്ല. ഇപ്പം കൈ മുറിച്ച് കളഞ്ഞെന്ന് പറഞ്ഞിട്ട്. അപ്പം ഇതുപോലെ ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ മീൻ പിടിക്കാൻ ശ്രദ്ധിക്കുക ആൾക്കാർ മാക്സിമം. നമ്മുടെ ചാല് തന്നെ പറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ ചെളി മാത്രമാണ്. ആ ചെളിയാണ് കോരി കരക്കോട്ട് ഒഴിക്കുന്നത്. ആ ചെളിക്കകത്ത് കാര്യമൊക്കെ കാണും, കാര്യം കല്ലുമുട്ടിയൊക്കെ കാണും. ഒരു കല്ലുമുട്ടി ഒരു കാര്യം കിട്ടുന്നുണ്ട്. അല്ലേ, നമ്മൾ അടുത്ത സെക്ഷൻ വലിക്കാൻ പോകണം കേട്ടോ.
ചെളി മാത്രമാണ് വരുന്നത്. ഇനിയിപ്പോൾ ചെളി മാത്രമേ ഉള്ളൂ, വെള്ളമില്ല. നിങ്ങൾക്കിപ്പോൾ കാണാം നല്ല കുറുകിയ ഊളയായിരിക്കും ഉള്ളത്. ആ വെള്ളം നമുക്ക് പിന്നെ വലിക്കണം. ആ വെള്ളം നമുക്ക് വരും. ആ കുത്തിയ കാല നല്ല സുഖം കുത്തിയ വിശക്കാരി നിങ്ങൾ കഴിച്ചാലും കഴിക്കുന്നത് ഇങ്ങോട്ട് വെള്ളം ഇറങ്ങാൻ പറഞ്ഞു കേട്ടാ. ഒഴിക്കുന്ന വെള്ളം ഇനി അത് വലിക്കും, കയറ് വലിക്കും. ഒറ്റ ബക്കറ്റ് വെള്ളമോടെ കിട്ടും. ചേട്ടാ അതെ, ഊള ഊരി മാറണം. അടുത്ത സെക്ഷൻ വലിയാണ്. മീനൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. വരാലുണ്ട് ഈ വലിക്കറിയാം. കല്ലൂട്ടെ പിടിച്ചു പോലെ വേണ്ട. യൂളയുടെ കൂടുതൽ മീനുണ്ട്, അതാണ് കോരി കരക്കോട്ട് ഇടുകയാണ്. അതുകൊണ്ട് അവിടെ ആൾ നിൽപ്പുണ്ട് മീനെ പെറുക്കാനായിട്ട്. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ ചെളിക്കകത്തൊന്ന് മീൻ ചാടി താഴോട്ട് പോയത് കാണാൻ പറ്റും കേട്ടോ. നേരെ ഫ്രണ്ടിലോട്ട് കൈ കൊണ്ടുവരില്ലേ? ഇപ്പോൾ കോരി കൊടുത്ത ബക്കറ്റിലൊരു കാര്യം ഉണ്ടായിരുന്നു കേട്ടോ. മുളയ്ക്കുന്നുണ്ടോ? അതൊരു കാര്യമാണ്. അതോ അതിനെ കറിക്കിട്ട് വേണ്ട, അതിനെ കയറാൻ വേണ്ടി ബക്കറ്റിന് കോരി എടുക്കാൻ കേട്ടോ. കയറിയില്ല, ഓടിക്കില്ല. അല്ലാതെ ഞാൻ കോരി എടുത്ത് ബക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വർഷത്തിനകത്ത് നടന്ന ഊളയാണ് ഈ ഇറങ്ങി വരുന്നത്. ഇഷ്ടം പോലെ ഊളയുണ്ട്. വെള്ളം കയറി കിടക്കുമ്പോൾ കയറുന്നതാണ് ഇതിനകത്ത് ഊള. അപ്പോൾ അതാണ് വേണ്ടത്, കോരി കരക്കട്ടില്ല. നടന്ന കല്ലൂട്ടി കിടക്കുന്നതാണ്. അണ്ട കൈയുടെ തൊട്ടിപ്പുറത്തൊരു കല്ലൂട്ടി കിടക്കുന്നു. അണ്ണനെ കൈയുടെ തൊട്ടിപ്പുറത്ത് നേരെ താഴെ, അണ്ണനെ കൈയുടെ നേരെ താഴെ കല്ലൂട്ടി കണ്ടാ. ഓ നിങ്ങളിന്ന് പെയ്യിക്കും മഴ, നെല്ലെല്ലാം കൊയ്യാൻ കിടക്കുക. ചാടിയാവും നെല്ലിനകത്ത് ഇറങ്ങി. ഒരു വരാല് പോലും ഇല്ലല്ലേ. നമ്മൾ ഒരുപാട് പ്രതീക്ഷകളാണ് ഈ തൂമ്പ തേങ്ങി തുടങ്ങി. നല്ല അനക്കമൊക്കെ ആയിരുന്നു ആദ്യമൊക്കെ മീൻ. പക്ഷേ ഇപ്പം ഈ പറ്റിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ തൊന്നുമില്ല. കാരണം നമ്മൾ കയറ്റി വിട്ട തിരിച്ച് ആ കയറ വലിച്ച ചെല്ലു.
അതുതന്നെ നമ്മൾ കുറേ കഷ്ടപ്പെട്ടെങ്കിലും നമുക്ക് കുറച്ച് കല്ലുമുട്ടിയും കാര്യം മാത്രമാണ് കേട്ടോ. ചോറിന് വലിയ കയറാനൊക്കെ കിട്ടില്ല. പക്ഷേ അപ്പുറത്തെ തോന്നിൽ നിന്ന് കുറച്ച് മീൻ കിട്ടും. ആ മീനാണ് വലിയ കാണുന്നത് കേട്ടോ. നല്ല അടിപൊളി സൈസ് വരാലും അതുപോലെ തന്നെ നല്ല കുറച്ച് കാര്യം കല്ലുമുട്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ ബക്കറ്റ് ഓപ്പൺ ചെയ്ത് ഒഴിക്കുകയാണ്. അതിനകത്തും അത്യാവശ്യം നല്ല സൈസ് വരാനാണുള്ളത്. നല്ല വലിയ സൈസാണ്. നമുക്ക് ഇന്നത്തെ കഷ്ടപ്പാടിന് കിട്ടിയ മീനാണ് ഇത്രയും. അപ്പോൾ ആ തൂമ്പ് തേയിക്കത്തിക്കുക, ഊള ഊരിയൊക്കെ എടുക്കുക പറയുന്നത് ഭയങ്കര കഷ്ടപ്പാടുള്ള കാര്യമാണ്. അവർ 2 തൂമ്പും കൂടെ തേയി ഏകദേശം ഉച്ച വരെയാണ്, രാവിലെ തൊട്ട്. അപ്പോൾ കുറേ നേരത്തെ കഷ്ടപ്പാടിനൊടുവിൽ അവർക്ക് കിട്ടിയ മീൻ അത്രയാണ് കേട്ടോ. നല്ല വെള്ളത്തിൽ കിടക്കട്ടെ. നമ്മുടെ സന്തോഷമായിട്ടും പറഞ്ഞ് ഇത്രയും നാളത് ചെളിവെള്ളത്തിൽ കിടക്കില്ലായിരുന്നു. അതിന് കുറച്ച് നല്ല വെള്ളത്തിൽ കിടക്കട്ടെ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി ഏത് വെള്ളത്തിൽ കിടന്നിട്ടും കാര്യമില്ല, അതിനെ അവർ കൊടുക്കാനാണ് പ്ലാൻ ഇട്ടേക്കുന്നത്. ഇത്രയും നേരം കഷ്ടപ്പെട്ടപ്പോൾ അവർക്ക് എന്തെങ്കിലും വേണ്ടേ, അപ്പോൾ മീനെ കൊടുക്കാനാണ് പ്ലാൻ ഇട്ടേക്കുന്നത്. നല്ല അടിപൊളി 1 kg സൈസുള്ള മീനാണ്. അപ്പം നല്ല വരാലും അതുപോലെ തന്നെ കുറച്ച് കാര്യം കല്ലുമുട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരുടെ ശ്രദ്ധയ്ക്ക്, അപ്പോൾ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇതുപോലെ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കൂട്ടത്തിൽ ബെല്ലൈക്കണും അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.